വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 19-ാം തീയതി സെപ്റ്റംബർ മാസം 2025 രാവിലെ 7:15 അടുപ്പിച്ചായിട്ടുണ്ട്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ലെവലാണ് കേട്ടോ. നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ കണ്ടിന്യൂവേഷൻ ചാർട്ടാണ്. അതിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഒരു ചാർട്ടാണ്. ഇതിൽ ഒരു ഇൻഡിക്കേറ്ററോ ഒന്നും നമ്മളിവിടെ ഇട്ടിട്ടില്ല, ഒരു അനാലിസിസും ചെയ്തിട്ടില്ല. പ്യുവർലി മാർക്കറ്റ് പ്രൊഫൈലും ഓർഡർ ഫ്ലോയും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു അനാലിസിസ് ബേസ് ചെയ്തിട്ടുള്ള മുകളിൽ ഒരു 2 വരെയും താഴെ ഒരു 2 വരെയും നമ്മൾ ഇട്ടിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇത് 95% എല്ലാ ദിവസവും അക്യുറസി നമുക്ക് തരാറുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും റെഗുലറായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം. ഇന്നലെ ടെലഗ്രാം ചാനൽ നമ്മൾ വീഡിയോ ഇടാൻ പറ്റാത്ത ദിവസം ടെലഗ്രാം ചാനലിൽ നമ്മൾ ചാർട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. ചില സമയങ്ങളിൽ എല്ലാ ദിവസവും വരാറില്ല, പക്ഷേ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ലൈവ് ഒബ്സർവേഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇന്നലെ 2 കാര്യം രാവിലെ നമ്മൾ ഇട്ടിരുന്നു. ഡിസ്കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിനും ഫ്യൂച്ചറിനും ഉള്ള ഒരു വ്യത്യാസം, അല്ലെങ്കിൽ പ്രൈസിലല്ല, അവരുടെ ബിഹേവിയറിൽ, സ്പോട്ടിനും ഫ്യൂച്ചറിലുള്ള ബിഹേവിയറിലുള്ള ഒരു വ്യത്യാസം, പ്രൈസിലല്ല. പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവും. ലാസ്റ്റ് കോൺട്രാക്റ്റ് ദിവസം മാത്രമേ 2 ദിവസവും 2 പേരും ഒന്നിച്ച് ഇണയാറുള്ളൂ. അല്ലെങ്കിൽ മന്ത്ലി കോൺട്രാക്റ്റ് തീരുന്നതിന് ഒരു 10 ദിവസം മുന്നേ 2 പേരും ഒരുപോലെ ട്രാവൽ ചെയ്യും പ്രൈസിൽ. പക്ഷേ സ്വഭാവത്തിൽ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിൽ അവർ വ്യത്യാസപ്പെടാറുണ്ട്. ഇത് ശ്രദ്ധിക്കുക റെഗുലറായിട്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് FIIയുടെ കളി. FII നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നിറച്ച ആൾക്കാരൊക്കെ ഇടും. ഇത് വളരെ എളുപ്പത്തിലുള്ള വഴിയാണ്, നമുക്ക് മനസ്സിലാകുന്ന വഴികളാണ്. ഈ ഡിസ്കോഡ് എന്ന് നമ്മൾ ടെലഗ്രാം ചാനൽ ഇട്ടിരുന്നു. അതെന്താണ് ഡിസ്കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ നിഫ്റ്റി സ്പോട്ട് ഓപ്പണിന് താഴെയാണ് ഉച്ചവരെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഫ്യൂച്ചർ ആണെങ്കിലോ ഓപ്പണിന് മുകളിലും. ഇതാണ് സ്വഭാവ വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഗ്യാപ്പ് അപ്പ് ഓപ്പണായിട്ട് ഒരു ഓപ്ഷൻ ബയറിന് ഈ ഒരു ഒബ്സർവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കും. കരുതൽ ഇന്നലെ ഒരു ഓപ്ഷൻ ബയർ എന്ത് ചെയ്യുമായിരുന്നു? രാവിലെ നിഫ്റ്റി സ്പോട്ട് വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ഓപ്പണായി റെഡ് ക്യാൻഡിൽ വെച്ചു, ഓപ്പണിന് താഴെയാണ്. മെനിഞ്ഞാന്നത്തെ ക്ലോസ് ഫില്ല് ചെയ്യും, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമെന്ന് വിചാരിച്ച് രാവിലെ ചാടി കയറി പുട്ട് ഓപ്ഷന് വാങ്ങിച്ചാണ്. ഏകദേശം ഉച്ച വരെ 11:45-12 മണി വരെ ബാലൻസ് മോഡ് സൈഡ് വേസിലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഒബ്സർവേഷൻ കണ്ടിട്ട് ഗ്രൂപ്പിലൊരു കാര്യം ഇട്ടിരുന്നു. ഓപ്ഷൻ കാൾ സെല്ലർ പാനിക് അല്ല എന്ന് ടെലഗ്രാം ചാനലിൽ ഒരു ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. കരുതൽ ഓപ്ഷൻ സെല്ലർ പാനിക് ആകുന്നു എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? സ്ക്വയർ ഓഫ് ചെയ്യും. അപ്പം സെല്ലർ എന്തായിട്ട് മാറും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആ സെല്ലർ എന്തായിട്ട് മാറും. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് താഴോട്ടുള്ള ഒരു യാത്ര, നിഫ്റ്റി സ്പോട്ടും ഫ്യൂച്ചറും ഒന്നിച്ച് സ്വഭാവം ചേർന്നപ്പം ഒന്നിച്ച് താഴോട്ട് വരുന്നത് കണ്ടു. വീണ്ടും എന്തു പറ്റി? 2:30 ശേഷം റിവേഴ്സലായി നല്ല ഒരു അപ്പ് മൂവ് തന്നു. സോ ഇതൊക്കെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട മാർക്കറ്റിൽ. ഓക്കെ, ഇതെന്തുകൊണ്ടാണ് തിരിച്ചു മുകളിൽ പോയത് ഉച്ചയ്ക്ക് ശേഷം? അല്ലേ, താഴോട്ട് വന്ന് നിഫ്റ്റി ഫ്യൂച്ചറും സ്പോട്ടും ആ ക്ലോസ് ഫില്ല് ചെയ്ത് താഴോട്ടല്ലേ വരണ്ടേ? പക്ഷേ അതെന്തുകൊണ്ടാണ് തിരിച്ചു പോയത്? അത് ആദ്യം ആലോചിക്കുക. ഒരു ടിപ്സ് തരാം ഇവിടെ. ഇപ്പം ഞാനൊരു സ്ട്രൈക്ക് വിറ്റു. ഓക്കെ, എപ്പോഴാണ്? കോൺട്രാക്റ്റ് തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ രാവിലെയോ. ഇന്നലെ രാവിലെ ഞാനൊരു സ്ട്രൈക്ക് വിറ്റു എന്ന് വിചാരിച്ചോളൂ. ഫോർ എക്സാമ്പിൾ, ഒരു 155 രൂപയ്ക്ക് ഞാൻ വിറ്റു. ഒരു സ്ട്രൈക്ക്, കാൾ സ്ട്രൈക്ക് തന്നെ ഞാൻ വിറ്റു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനൊരു വലിയൊരു ട്രേഡറാണ്, FI ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഞാൻ ഉച്ച വരയ്ക്കും ഇതിനെ സൈഡ് വൈസ് ആയിട്ട് കൊണ്ടുപോയതിന് ശേഷം ഒരു 100 പോയിൻ്റ് മുകളിൽ നിന്ന് താഴോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ ഈ 155 രൂപ എന്നുള്ളത് മെൽട്ട് ആവണ്ടേ നല്ല രീതിയിൽ, അല്ലേ? പക്ഷേ ഓപ്ഷൻ സെല്ലർ എനിക്ക് മെൽട്ടായാലേ പ്രോഫിറ്റ് ഉള്ളൂ. പക്ഷേ മെനിഞ്ഞാന്നത്തെ ക്ലോസും കഴിഞ്ഞ് താഴോട്ട് പോയിട്ട് പോലും പ്രീമിയം മെൽട്ടായില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? വേണ്ട, നമുക്കിത് നഷ്ടക്കച്ചവടമാണെന്ന് വെച്ച് ഞാൻ പുറത്തിറങ്ങുകയാണ് ചെയ്തത്. ഓക്കെ, ഇതൊക്കെ ഇന്നലത്തെ ചില ഒബ്സർവേഷനുകളാണ്, നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും തോന്നുന്നു.
നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഫർദറുള്ള ദിവസങ്ങളിൽ അത് വാച്ച് ചെയ്യുക. ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ 80 ഇതാണ് ലെവൽ. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.